ഹായ് ഫ്രണ്ട്സ്, അച്ചൂസ് ഫീൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് രാവിലെ തന്നെ, ഇപ്പോൾ സമയം ഒരു 5:45. അപ്പോൾ രാവിലെ തന്നെ ഇത് റെഡിയായി ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ. ആലപ്പുഴയ്ക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൃപാസനത്തിൽ പോവുകയാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹവും ഒരു നേർച്ചയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയേക്കാന്ന്. അപ്പം ഇവിടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഞാനും ചേട്ടായും കൊച്ചുമാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ദേ ബസ് സ്റ്റോപ്പിലോട്ട് രാവിലെ തന്നെ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ദേ ബസ് സ്റ്റോപ്പൊക്കെ എത്തി. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6:30 ആയിരുന്നു കേട്ടോ ബസ്. അപ്പം ഞങ്ങൾ ദേ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛനും അമ്മേനും വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ദേ ഇത് കണ്ടു, നല്ല മഞ്ഞാണ്. പിന്നെ ദേ ബസ് നോക്കി ഇച്ചിരി നേരം നിന്നത് ഞങ്ങൾക്ക് KSRTC ബസ് കിട്ടി കേട്ടോന്നേ. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് ഞാനൊരു ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാപ്പിനെ പൊതിയാൻ വേണ്ടി. ഇവളിങ്ങനെ ക്യാപ്പൊന്നും വെക്കത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞു ടർക്കി, അവളുടെ തന്നെ ടർക്കിയാണ് കേട്ടോ. അവളിങ്ങനെ മൂടി പൊതിച്ച് പുതപ്പിനകത്തിരിക്കുന്ന പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോന്നേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവൾക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോന്നേ അത്. അപ്പോൾ ദേ ഞങ്ങൾ പോകുന്നത് പൊൻകുന്നം ചെന്നിട്ട് അവിടെ നിന്ന് ചങ്ങനാശ്ശേരി, അവിടെ നിന്ന് ആലപ്പുഴ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദേ വീടിൻ്റെ അവിടെ നിന്ന് ആദ്യം പൊൻകുന്നത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ പോകുന്നത് ചങ്ങനാശ്ശേരിക്ക്. പിന്നെ ഇത് ഞങ്ങൾ ചങ്ങനാശ്ശേരിയൊക്കെ വന്നപ്പോഴത്തേക്കും കടയിൽ കയറി കേട്ടോ. അപ്പോഴത്തേക്കും സമയം ചങ്ങനാശ്ശേരി വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണിയൊക്കെ ആകാറായിരുന്നു കേട്ടോന്നേ. അപ്പോൾ ദേ കടയിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ദേ പൂരിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. നമ്മൾ സാധാരണ ഞാൻ കടയിൽ കയറി പൂരി മസാല കഴിക്കുമ്പോൾ വലിയ പൂരിയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ സാധാ പൂരിയായിരുന്നു കേട്ടോ. അത് 3 കഴിച്ചാലൊന്നും വിശപ്പ് പോകത്തില്ലായിരുന്നു കേട്ടോന്നേ. എന്നാലും ഞാനൊരു 3 ഞാൻ 4 കഴിച്ചു കേട്ടോന്നേ. 4 കഴിച്ചിട്ടും കഴിക്കാത്ത രീതി പോലെ ആയിരുന്നു കേട്ടോന്നോ. പിന്നെ ഇത് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ ആലപ്പുഴയ്ക്കുള്ള ബസ്, ചങ്ങനാശ്ശേരി KSRTCയിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള ബസ്സിൽ കയറിയിട്ടോന്നേ. അപ്പോൾ ഇത് ഞാൻ വിൻഡോ സൈഡിൽ ചേട്ടായാണ് ഇട്ടിരുന്നത്. അങ്ങോട്ട് പോയപ്പോഴും ഒക്കെ വിൻഡോ സൈഡിൽ ചേട്ടായി ഇരുന്നത്, അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സ്ഥലങ്ങളൊക്കെ എല്ലാം ഷൂട്ട് ചെയ്താണ് കേട്ടോ പോയത്. അപ്പം കുറേ ആലപ്പുഴ ഫുള്ള് കായലാണല്ലോ. അപ്പോൾ കായലിൻ്റെ അടുത്തോടെ കുറേ ദൂരം അങ്ങ് ചെല്ലുന്നോടെ വരെ കായൽ തന്നെയായിരുന്നു കേട്ടോന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവരുടെ അവസ്ഥ, വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുമെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു കേട്ടോ. പക്ഷേ അവർക്ക് എപ്പോഴും മീനൊക്കെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഓരോരോ വള്ളവും ഒക്കെ ഉണ്ട് കേട്ടോന്നേ. അവർ മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കണം. അപ്പം നല്ല ഒരു എന്നാ പറയുക, വീഡിയോയൊക്കെ എടുക്കാനായിരുന്നു ഞാൻ പൊളിച്ച് തകർത്തേരെ എവിടെയൊക്കെ ആയിരുന്നു വീടെങ്കിൽ. അപ്പോൾ ഇവർ മഴക്കാലം വരുമ്പോഴത്തേക്ക് മാറി താമസിക്കുമായിരിക്കും എന്നൊക്കെ ഇപ്പോൾ ചേട്ടായി ഇങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക്. അപ്പം അല്ലേ പിന്നെ ഇത്രയും വെള്ളം ഇപ്പം തന്നെ ഇത്രയും വെള്ളമുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അവരുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറുമല്ലോ. എന്നാലും നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട് കേട്ടോ ആലപ്പുഴയിലോട്ട്. അപ്പോൾ കയറിയപ്പോൾ തൊട്ട് ഞാൻ ഫോണുമായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാ സ്ഥലവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചങ്ങനാശ്ശേരി, തിരുവല്ലയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ആലപ്പുഴയ്ക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് ആലപ്പുഴയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ആലപ്പുഴ. അപ്പോൾ ഈ കാണുന്നത് ഒരു പാടമാണ് കേട്ടോ. ആ പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ ഒരു പാടമാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നല്ല പൂവുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലം കാണുമ്പോഴും എനിക്ക് പുതുമയുള്ളതായതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലവും ഷൂട്ട് ചെയ്ത് കേട്ടോന്നേ. ഒരുവിധം എല്ലാം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും കുഞ്ഞാപ്പി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയി കേട്ടോ. കാരണം അവൾ ഉറങ്ങുന്ന ഒരു സമയം ആവാറായിരുന്നു. പിന്നെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ പൊതുവേ പിള്ളേരങ്ങനെ കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഉറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ ഉറങ്ങി. ഞങ്ങളങ്ങ് ആലപ്പുഴ എത്താറായിട്ടോ.
പിന്നെ ദേ ആലപ്പുഴ എത്തി. ആലപ്പുഴ KSRTC സ്റ്റാൻഡിലെത്തി. അപ്പോൾ അവിടുന്ന് ഒരു 20 മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ കൃപാസനത്തിലോട്ട്. അപ്പോൾ ദേ ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ KSRTC ബസ് ഇറങ്ങി അങ്ങോട്ടേക്ക് പോകണം. നല്ല തിരക്കാണ് കേട്ടോ. അപ്പം സെക്യൂരിറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ക്യൂ മാറ്റി വണ്ടി നിർത്തിയിട്ട് നമ്മളെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും ഫോണൊന്നുമായിട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ ആ കറക്റ്റ് ഗ്യാപ്പിൽ ഞാനൊരു ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ എടുത്ത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോന്നേ. അപ്പം നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയ്ക്കോടെ ഞങ്ങളിതേ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ദേ കാണുന്നതാണ് കേട്ടോ പള്ളി. ഞങ്ങളിതേ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോന്നേ. പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. ഒരു അധികം നേരമൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നിന്നുള്ളൂ. പിന്നെ ദേ കടയിൽ നിന്ന് ഒരു ജപമാലയൊക്കെ മേടിച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ എഴുതി പേപ്പറിൽ എഴുതി അവിടെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോന്നേ. അപ്പോൾ അമ്മ ദേ പേന മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോഴത്തേക്ക് ഞാനും ചേട്ടായും കൂടെ അതും കൂടെ കൊണ്ടിട്ട് കേട്ടോ എഴുതി. അപ്പം നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ആഗ്രഹം കുറേ പേര് അങ്ങനെ എഴുതി ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദേ എഴുതി കൈ പിടിച്ച് അവിടെ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. പിന്നെ ദേ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ദേ ബസ്സിൽ കയറി കേട്ടോ. ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്ക് KSRTC ബസ് തന്നെ കിട്ടി. ഏറ്റവും പുറകിലത്തെ സീറ്റിലായിരുന്നു കേട്ടോ ഇരുന്നത്. അതുകൊണ്ട് നല്ല കുലുക്കമായിരുന്നു കേട്ടോ. പിന്നെ ദേ ഞങ്ങൾ ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ദേ ഞാൻ ചോക്ലേറ്റ് ലേസൊക്കെ മേടിച്ച് കൊടുത്തിട്ട് വന്നേ. പിന്നെ ബോട്ടിന് പോകാൻ ചെറിയൊരു പ്ലാൻ ഇട്ടു. അപ്പം ചേട്ടായി ബോട്ടിൻ്റെ ടൈം എപ്പോഴാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഏരി ചുമ്മാ അങ്ങ് കെട്ടിയത് കൊണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് അവിടെ വെച്ചൊന്ന് ചീവി പിന്നെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ഒരു ഓട്ടോയ്ക്ക് ഞങ്ങൾ ബോട്ട് ചട്ടിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ദേ കുഞ്ഞാപ്പി ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബോട്ടിൽ കയറുന്നത്. അപ്പോൾ ദേ ബോട്ടിൽ കയറി ഞങ്ങൾ അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോന്നേ. അപ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലുമെന്നൊക്കെയാണ് കേട്ടോ ഓർത്തത്. അതുകൊണ്ട് ആ ഒരു ലേസ് മാത്രമേ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കുഞ്ഞിന്. അപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിരുന്നു. പക്ഷേ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. 2:15 ആകുമ്പോഴേ നമ്മുടെ ടൗണിൽ ചെല്ലുള്ളൂ എന്ന്. അയ്യോ കുഞ്ഞാപ്പി ആണെങ്കിൽ ആദ്യമൊക്കെ കയറിയപ്പോഴത്തേക്ക് നല്ല എക്സൈറ്റ്മെൻറ്റിലിരുന്നു കേട്ടോന്നേ. കാരണം അവൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷേ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇറങ്ങത്തൊന്നുമില്ല കേട്ടോന്നേ. പിന്നെ ആദ്യം ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പലരും പല സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇരിക്കാൻ കിട്ടിയത്. അവളിതേ നോക്കിയിരിക്കുകയാണ്. അപ്പം ഒരു സായിപ്പ് ഒരു മദാമ ഉണ്ടായിരുന്നു കേട്ടോന്നേ. അപ്പോൾ ഞാനിങ്ങനെ സിനിമയിലൊക്കെ പോലെ സിനിമയ്ക്കകത്തൊക്കെ ഇങ്ങനെ ഹോട്ടലൊക്കെ കാണുമല്ലോ. അപ്പം അവരുണ്ടായിരുന്നു. വായെടുത്ത് ഇംഗ്ലീഷാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ കൂടുതൽ ആ ഏരിയയിലോട്ട് എടുക്കാൻ പോയില്ല. പക്ഷെ അവിടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ചെറുക്കനിരുന്ന് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ അവരോട്. ബസ്സിന് വരുവാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് ചെല്ലേണ്ടത് ഞങ്ങൾ ബോട്ടിൽ കയറി 2.25 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ചെന്നത്. അപ്പോൾ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ വന്നേ. അപ്പോൾ ആദ്യമൊക്കെ കയറി പിന്നെയാണെങ്കിൽ കുഞ്ഞിനൊന്നും മേടിച്ചില്ലല്ലോ എന്ന് പിന്നെയാണ് ഓർത്ത്. പിന്നെ നമുക്ക് കടയിലൊന്നും ഇറങ്ങാനും പറ്റത്തില്ല. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല. അങ്ങനെ ആകെ പെട്ടുപോയിട്ടോ. പിന്നെ ദേ അവളുടെ അതേ പ്രായത്തിലുള്ളൊരു കൊച്ചു ബോർഡിനകത്തുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ ഡ്രസ്സ് ഏകദേശം സെയിം ആണല്ലോ എന്നൊക്കെ ഞങ്ങളിരുന്ന് പറഞ്ഞു കേട്ടോന്നേ. പിന്നെ ദേ ആ കൊച്ചിൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി ഇച്ചിരി നേരം ഇരുന്നു. ആ കൊച്ച് പോകാൻ നേരത്ത് ടാറ്റയൊക്കെ തന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ ദേ പിന്നെ കുഞ്ഞിനൊന്നും കഴിക്കാൻ മേടിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോന്നേ.
പിന്നെ ഇത് വെയിലാണെങ്കിലും നമുക്ക് അത്രയ്ക്ക് വെയിലങ്ങ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴും നമുക്ക് കായലിൽ കൂടെ പോകുന്നതിൻ്റെ ആ ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ 1 മണിയായപ്പോൾ കുഞ്ഞാപ്പിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. പക്ഷെ അവൾ ഈ വെള്ളം കണ്ടുകൊണ്ട് അങ്ങ് മതിമറന്ന് നിൽക്കുമായിരുന്നു. കുറേ നേരം അവളങ്ങനെ നിന്ന്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വഴക്കുണ്ടാക്കിയാൽ തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എത്ര നേരം ഇരുന്നാലും ട്രാവൽ ചെയ്താലും നമുക്ക് കഴിക്കാനൊക്കെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കയറേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് പറ്റിയില്ല, സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറുകയും ചെയ്തു. അതുകൊണ്ടൊന്നും മേടിക്കാനും പറ്റിയില്ല. അപ്പോഴത്തേ അപ്പുറത്തെ ഹൗസ് ബോട്ടിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കൊച്ചിനൊന്നും വാങ്ങിയില്ലെന്നുള്ള ആ ഒരു കാര്യം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെന്നും ബസ്സിനല്ലേ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ബോട്ടിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ബോട്ടിൽ കയറിയതാണ് കേട്ടോ. പിന്നെ ഈ കായലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വീടുകളുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഹായ് ഒക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ ഈ ബോട്ടയിലൊക്കെ വന്ന് ഓരോ സാധനങ്ങൾ അവർ ഒരുമിച്ച് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് ഈ ബോട്ടൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഓരോരോ സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മദാമയുടെ അടുത്ത് പോയിട്ട് കുഞ്ഞാപ്പി ഇരുന്ന് കേട്ടോ. കുഞ്ഞാപ്പീനെ ഇങ്ങനെ ചിരിപ്പിക്കുകയൊക്കെ നോക്കുമായിരുന്നു ഇച്ചിരി നേരം. പിന്നെ ഞങ്ങൾ സ്ഥലം എത്തിയിട്ടോ. സ്ഥലം എത്തി ഞങ്ങളിത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നീണ്ട 2 മണിക്കൂറിന് ശേഷം ഞങ്ങളിത് സ്ഥലം എത്തി. നമ്മൾ ബോട്ട് ഇറങ്ങിയിട്ട് ടൗണിലോട്ട് നമുക്ക് ഇച്ചിരി ദൂരം നടക്കണമായിരുന്നു കേട്ടോ. അപ്പം ആ ബോട്ടിൽ തന്നെയുള്ള 2 ചേട്ടന്മാർ ഈ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും വീടുകളുണ്ട് കേട്ടോ ഒത്തിരി. അപ്പം ഞാൻ അതിലൂടെ ഒരു ഇച്ചിരി ദൂരം ഒരു 2 വളവ് തിരിഞ്ഞാൽ നമ്മുടെ മെയിൻ ടൗണിലോട്ട് എത്തിയേനെ. അവിടുന്ന് പിന്നെ ബസ്സുണ്ട് കേട്ടോ നമുക്ക് കോട്ടയം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ആ ചേട്ടന്മാർ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരികയാണ്. അപ്പുറത്തോട്ട് മാറിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നെ ടൗണിലൊക്കെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് 3 മണിയായിട്ടോ. അപ്പോഴത്തേനും കുഞ്ഞാപ്പി ഏകദേശം ഉറക്കപ്പിച്ചൊക്കെ ആയിരുന്നു. എന്നാലും ഇച്ചിരി കഴിച്ചുള്ളൂ കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ആദ്യമേ കഴിച്ചു. പിന്നെ അവളൊരു കേക്കൊക്കെ തിന്നുകയാണ്. KSRTCയിൽ ഞങ്ങളിത് തിരിച്ചു പോവുകയാണ്. നന്നായിട്ട് മടുത്തു കേട്ടോ. നമ്മളെങ്ങോട്ടെങ്കിലും രാവിലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടയേർഡായിരുന്നു. അപ്പം വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5:45 6 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്താറായിട്ടോ. നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആലപ്പുഴ യാത്ര ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നാൾ കൂടി പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് പോകാൻ പറ്റി.